ഇവിടെ യേശു നിക്കോദിമോസിനോട് പറയുന്നു, നീ പുതുതായി ജനിക്കണം. അപ്പോൾ അതൊരു ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ബോൺ എ ന്യൂ എക്സ്പീരിയൻസ് ഈസ് നോട്ട് എ കൊറോണേഷൻ ബട്ട് എ ബിഗിനിങ്. പുതുതായി ജനിക്കുക എന്നത് ജനനം എന്ന വാക്കിൽ തന്നെ ഉണ്ട്. അത് ആരംഭമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അത് അതിൽ തന്നെ അവസാനിക്കുന്ന ഒന്നല്ല. അതൊരു പുതിയ തുടക്കം, പുതിയ ജീവിതം, അല്ലെങ്കിൽ അതൊരു ന്യൂ ബിഗിനിങ് എന്ന അർത്ഥത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, ന്യൂ ക്രിയേഷൻ എന്നാണ്. വേദപുസ്തകം വീണ്ടും പറയുന്നു, നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം. അതുകൊണ്ടൊരു വളർച്ചയുടെ ആരംഭം എന്ന നിലയിലാണ് പുതുജനനത്തെ, അതൊരു ജനനമാണ്, അതൊരു ആരംഭമാണ്, അതിൽ തന്നെ അവസാനപ്പെടുന്ന ഒന്നല്ല. മാമോദീസായുടെ സമയത്ത് അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് നമ്മുടെ ആരാധനക്രമത്തിൽ മാമോദീസ ക്രമത്തിലുണ്ടല്ലോ, അതായത് ഇത് നൽകപ്പെടുന്നത് എന്തിൻ്റെ ലക്ഷ്യമായിട്ടാണ്? പുത്രത്വത്തിൻ്റെ ലക്ഷ്യമായി. അതായത് ദൈവത്തിൻ്റെ പൈതലായി തീരുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എന്താണ് ജ്ഞാനസ്നാനത്തിൻ്റെ ലക്ഷ്യം? യേശുക്രിസ്തു എന്ന ജ്ഞാനത്തിലേക്ക്, യേശുക്രിസ്തു എന്ന അഭയത്തിലേക്ക്, യേശുക്രിസ്തു എന്ന അഭയപദത്തിലേക്ക്, യേശുക്രിസ്തു എന്ന ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ ആ അനുഭവത്തിലേക്ക് എത്തുന്ന പുത്രത്വത്തിൻ്റെ ലക്ഷ്യമായി. അപ്പോൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. ബോൺ എ ന്യൂ ഈസ് എ ബിഗിനിങ്. അത് ഒരു ആരംഭമാണ്. അത് അധികം വിശദീകരിക്കാതെ തന്നെ നമുക്ക് വേഗത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. 2, പുതുജനനം എന്നത് ഒരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. ബോൺ എ ന്യൂ ഈസ് എ മിസ്റ്ററി. ഈ മിസ്റ്ററി എന്ന വാക്ക് നമുക്ക് പലതരത്തിൽ ഭാഷാന്തരം ചെയ്യാം. രഹസ്യം എന്ന് നമുക്ക് പറയാം, പക്ഷെ അതിന് സീക്രട്ട് എന്നും നമുക്ക് പറയാം. ചിലരതിനെ പരിഭാഷപ്പെടുത്തുന്നത് നിഗൂഢത എന്നാണ്. എന്നാൽ വേദപുസ്തക അർത്ഥത്തിൽ മിസ്റ്ററി എന്നത് നിഗൂഢതയോ അല്ലെങ്കിൽ രഹസ്യമോ അല്ല, അതൊരു മർമ്മമാണ്. രഹസ്യവും മർമ്മവും തമ്മിൽ വേണമെങ്കിൽ ബന്ധപ്പെടുത്താമെങ്കിലും അത് രണ്ടും ഒന്നല്ല. എന്താണ് മർമ്മം? മർമ്മം എന്നതുകൊണ്ട് നമുക്ക് അറിയാത്തത് എന്നല്ല, നമുക്ക് വിശദീകരിക്കാനാവാത്തതും നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങാത്തതുമായ ഒരു കാര്യമാണ്. ഈ 6-ാമത്തെ വാക്യത്തിൽ നിക്കോദിമോസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? പുള്ളിക്കത് മനസ്സിലാവുന്നില്ല. വീണ്ടും അമ്മയുടെ ഉദരത്തിലോട്ട് പോകണമെന്നാണോ? അപ്പോൾ അവിടെ യേശു പറയുന്നുണ്ട്, പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അപ്പോൾ എങ്ങനെയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നത്? അതൊരു മിസ്റ്ററിയാണ്. ഞാനത് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്ററി എന്ന വാക്ക് നിഗൂഢതയല്ല, രഹസ്യമല്ല, അതൊരു മർമ്മമാണ്. ഈ മർമ്മം എന്ന അല്ലെങ്കിൽ മിസ്റ്ററി എന്ന വാക്കിന് നമ്മൾ അതിൻ്റെ ഒരു മൂലഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലോട്ട് പോയാൽ ഈ മുസ്റ്റീരിയോൻ അല്ലെങ്കിൽ മിസ്റ്ററി എന്ന വാക്ക് അത് ഉണ്ടായത് ഒരു പ്രത്യേക ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഒരു ഗ്രീക്കൊക്കെ പറഞ്ഞില്ലേ പിന്നെ ഒരു പണ്ഡിതനാണെന്ന് നിങ്ങൾ
സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ബന്ധമില്ലെങ്കിൽ അങ്ങ് വിട്ടേ. അപ്പോൾ ആ വാക്ക് മുവോ എന്നാണ്. അതിൽ നിന്നാണ് മുസ്റ്റീരിയോൻ, മുവോ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വായടയ്ക്കുക എന്നാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലോസിങ് വൺസ് ഐസ്. അങ്ങനെയാണെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? മർമ്മം എന്നത് കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതും കണ്ണടച്ചാൽ അപ്രത്യക്ഷതുമാകുന്ന ഒന്നാണ് മർമ്മം. എന്നാൽ കണ്ണു തുറന്നാലും കാണാത്തത് മയോപ്പിയയാണ്. ഇതെല്ലാം ഒരു മൂലവാക്കിൽ നിന്നുണ്ടായതാണ്. നമുക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാമെന്നല്ലാതെ മർമ്മം എന്നത്, എങ്ങനെയാണ് പുതുജനനം സംഭവിക്കുന്നതെന്നത് ബുദ്ധിക്ക് വഴങ്ങുന്നതല്ല, വിശദീകരിക്കാനാവുന്നതുമല്ല. ഒരു കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സ്കൂൾ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാം. അത് സ്ത്രീ പുരുഷ സംസർഗത്തിലൂടെയാണ്. അണ്ഡമെന്നും ബീജമെന്നും ഒക്കെ നമ്മൾ പറയും. എന്നാൽ അതിനപ്പുറത്തേക്ക് പറയാൻ നമുക്ക് കഴിയത്തില്ല. എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ജീവൻ ഉണ്ടാകുന്നതിൻ്റെ പ്രോസസ്സ് വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്ങനെയാണ് ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നത് ഇതുവരെയും ശാസ്ത്രത്തിന് വഴങ്ങാത്ത ഒന്നാണ്. അതിൻ്റെ പേരാണ് മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം. യേശു പറയുകയാണ്, പുതുജനനം എന്നതിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് ജനിക്കുക. അച്ഛന്മാരിത് പലതവണ പള്ളികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ ഗ്രീക്ക് വാക്കൊന്നും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ലല്ലോ. പുതുജനനം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ജനിക്കുക, ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് അർത്ഥം. ബോൺ ഫ്രം എബവ്. യേശു തന്നെ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, ഞാനോ മുകളിൽ നിന്നുള്ളവൻ, നിങ്ങളോ താഴെ നിന്നുള്ളവർ. ഐ ആം ഫ്രം എബവ് ആൻഡ് യു ആർ ഫ്രം ബിലോ. അതുകൊണ്ട് മുകളിൽ നിന്നുള്ള ജനനം എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? അത് വെള്ളത്താലും ആത്മാവിനാലുമാണ്. നമ്മൾ അതിൻ്റെ ഒരു മലയാളത്തിൽ ഒരുപക്ഷെ അത്രയും അങ്ങോട്ട് വ്യക്തമായില്ലെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ബോൺ ഓഫ് വാട്ടർ ആൻഡ് സ്പിരിറ്റ്. ഇത് വെള്ളത്തിനും ആത്മാവിനും കൂടെ ഒരൊറ്റ പ്രപ്പോസിഷനാണ്. ഓഫ്, ഒ എഫ് എന്ന ഒരൊറ്റ പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വെള്ളത്താൽ ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക എന്നത് രണ്ട് പ്രക്രിയയല്ല, അത് ഒരേ പ്രക്രിയയാണ്. വെള്ളം ദൃശ്യമായും ആത്മാവിനാലുള്ള ജനനം അദൃശ്യമായും. വീണ്ടും യേശു പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നത് കാറ്റിനാൽ ജനിക്കുന്നത് പോലെയാണ്, ബോൺ ഓഫ് വിൻഡ്. കാരണം ആത്മാവിന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് കാറ്റിനും ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ആത്മാവിൻ്റെ പര്യായ പദങ്ങളാണ്. നമ്മുടെ മാമോദീസായിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് വിശദീകരിക്കാൻ പൂർണ്ണമായും സാധിക്കാത്തതുകൊണ്ട് ചില സിംബൽസിലൂടെയാണ് സഭ അത് നമ്മളെ പഠിപ്പിക്കുന്നത്. ചില പ്രതീകങ്ങളിലൂടെ, ചില സയൻസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ധാരാളം ആളുകൾക്കും ഈ സയൻസ് ആൻഡ് സിംബൽസ് എന്നൊക്കെ കേട്ടാൽ ചതുർത്ഥിയാണ്. ഞങ്ങൾക്കൊരു റിച്വലുമില്ല, ഞങ്ങൾക്കൊരു സൈനുമില്ല എന്ന് പറയുന്നവർക്ക് സിംബലുണ്ട്, സൈനുണ്ട്, റിച്വലുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവർ രക്തസാക്ഷി മണ്ഡപത്തിൽ പൂജ അർപ്പിക്കുമ്പോൾ, അതെല്ലാം പൂജയല്ല, പൂക്കൾ അർപ്പിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഈൻകുലാബ് സിന്ദാബ വിളിക്കും. എന്തിനാണ് ഇങ്ങനെ വയ്ക്കുന്നത്? പോക്കറ്റ് കൈയിട്ടുകൊണ്ട് പറഞ്ഞാൽ പോരെ?
ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ അല്ലാതെ ഈങ്കുലാബ് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരാളെ കാണിച്ച്. അതൊരു റിച്വലാണ്, അതൊരു സൈനാണ്. എന്തിനാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിക്കുന്നത്? നമ്മൾ കല്ലറയിൽ പോയാൽ കുഴപ്പമാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കല്ലറയുടെ പോവും. ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ കല്ലറയല്ല പിന്നെ കുഞ്ഞമ്മയുടെ കല്ലറ പോകാൻ പറ്റുമോ? എന്തിനാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിക്കുന്നത്? അതൊരു റിച്വലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈനിലൂടെയും സിമ്പലിലൂടെയുമാണ്. ഇപ്പൊ കല്യാണത്തിന് ഒരു റിച്വലും ഇല്ലെന്ന് പറയുന്നവർ പോലും, എന്ന് പറയുന്ന അങ്ങനെയുള്ള സഭാവിഭാഗങ്ങൾ പോലും കല്യാണത്തിന്റെ സമയത്ത് ചെറുക്കനെയും പെണ്ണിനെയും കൂടെ ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എന്തോ ചെയ്യും? കൈ കൂട്ടി പിടിപ്പിക്കും. കൈ കൂട്ടി പിടിപ്പിച്ചല്ലേ കുഴപ്പമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യം. കാരണം ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില സൈൻസ് ആൻഡ് സിമ്പിൾസ് വേണം. ആവട്ടെ, ഇവിടുന്ന് പോകണമല്ലോ. അപ്പോൾ ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും എന്തിനാണ് മാമോദീസ തൊട്ടിയിൽ ഒഴിക്കുന്നത്? പനി വരാതിരിക്കാനാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ചൂടുവെള്ളം എന്നത് ചൂട് അല്ലെങ്കിൽ ഫയർ എന്നതിൻ്റെ പ്രതീകമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. തണുത്ത വെള്ളം എന്നത് നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് when the water breaks, it is one of the signs that the child is coming. ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ബ്രേക്കിംഗ് ഓഫ് വാട്ടർ. അതുകൊണ്ട് മാമോദീസ തൊട്ടിയിൽ വെള്ളം എന്ന് പറയുന്നത് ഒരു പുതുജനനത്തിൻ്റെയും, അത് വെള്ളത്തിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവിനാലും സംഭവിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. അപ്പോൾ ചോദിക്കും, അച്ഛാ ഇച്ചിരി പരിശുദ്ധാത്മാവ് കൂടുന്നതിന് കുഴപ്പമുണ്ടോ? കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചാൽ കുഴപ്പമുണ്ടോ? അതൊക്കെ സിനോഡിനോട് ആലോചിച്ച് വെച്ച് എത്ര വെള്ളം ഒഴിക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നാൽ ഇത് സിംബോളിക്കായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി. ഇവിടെ യേശു കർത്താവ് വിശദീകരിക്കുന്ന ഒരു കാര്യം, ആത്മാവിനാലുള്ള ജനനം എന്നത് രഹസ്യമാണ്. ഇതെങ്ങനെ വിശദീകരിക്കാം? അതിനാണ് യേശു കർത്താവ് പറയുന്നത്, ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം കാറ്റുപോലെയാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതൊരു മിസ്റ്ററിയാണ്. പക്ഷേ കാറ്റിൻ്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ജ്ഞാനസ്നാനം എന്നത് ഒരു മിസ്റ്ററിയാണ്. ബട്ട് യു ക്യാൻ സീ ഇറ്റ്സ് ഇഫക്റ്റ് ഇൻ ഹിസ്റ്ററി. You can experience the very effect of baptism in history. അതുകൊണ്ട് എങ്ങനെയാണ് പുതുജനനം നടക്കുന്നത് എന്ന രഹസ്യം, എന്ന മർമ്മം കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അത് വിശദീകരിക്കാനാവില്ല, ബുദ്ധിക്ക് വഴങ്ങുമില്ല. കാറ്റ് എവിടെ നിന്ന് വന്നാലും കൊള്ളാം, പക്ഷേ അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് ഒരാൾ ആത്മാവിൽ ജനിക്കുമ്പോൾ, പുതുതായി ജനിക്കുമ്പോൾ എങ്ങനെയാണ് പുതുജനനം സംഭവിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പുതുതായി ജനിച്ച ഒരാളുടെ ജീവിതം ചരിത്രത്തിൽ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വെള്ളത്തിൽ മാത്രമല്ല ഉള്ളത്തിലും ജനിക്കണം. വെള്ളത്തിൽ മാത്രമാണ് ജനിച്ച, അങ്ങനെയല്ല, വെള്ളത്തിൽ ജനിക്കണം, ഉള്ളത്തിലും ജനിക്കണം. അങ്ങനെ വെള്ളത്തിലും ഉള്ളത്തിലും, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്ന മനുഷ്യർ, നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയ അതേ ആള് തന്നെയാണ് യോഹന്നാൻ ലേഖനങ്ങളും എഴുതിയത്. അതുകൊണ്ട് തന്നെ ഒരേ ദർശനമാണ് ഈ 4 പുസ്തകങ്ങളും പങ്കുവയ്ക്കുന്നത്. യോഹന്നാന് വളരെ പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബോൺ അന്യൂ, പുതുതായി ജനിക്കുക എന്നതിൻ്റെ അർത്ഥം ബോൺ ഫ്രം എബവ്. ബോൺ ഫ്രം എബവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ്.
അതുകൊണ്ട് യോഹന്നാന് വളരെ പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ പുതുതായി ജനിക്കുന്നത് രഹസ്യമാണെങ്കിലും പുതുജനനത്തിൻ്റെ അടയാളങ്ങൾ ഹിസ്റ്ററിയിൽ കാണാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുതുതായി ജനിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം ചരിത്രത്തിൽ പുതുജനനത്തിൻ്റെ അടയാളങ്ങളാണ്. സ്നേഹിക്കുന്ന ആളുകൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരാൾ ജനിച്ചതാണോ, പുതുജനനം പ്രാപിച്ച ആളാണോ, പുള്ളി ബോൺ ആൻഡ് ന്യൂ ആണോ എന്നൊക്കെ അറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സ്നേഹമുള്ള ആളാണോ. കാരണം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കും. നമ്മൾ ചിലരോട് പറയത്തില്ലേ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, നിൻ്റെ അപ്പൻ്റെ ഗുണമാണെന്ന് നമ്മൾ പറയും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിൻ്റെ DNA കാണിക്കും. എന്താണ് ദൈവത്തിൻ്റെ DNA? ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുക, പുതുതായി ജനിക്കുക, മുകളിൽ നിന്ന് ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ DNA ഉള്ളവരായി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ DNA എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുക. അല്ലാതെ മീശ പഠിച്ചതുകൊണ്ടും താടി പഠിച്ചതും ഒന്നും അല്ല പുതുജനനത്തിൻ്റെ അടയാളം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം മീശ പഠിക്കണമെന്നാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം താടി പഠിക്കണമെന്നാണ്? അല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തെ പോലെ സ്നേഹിക്കും, ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും. കാരണം ദൈവം സ്നേഹമാണ്, ദൈവത്തിൻ്റെ DNA സ്നേഹമാണ്. തീരുന്നില്ല. വീണ്ടും നമ്മൾ ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുമാകുന്നു. അപ്പോൾ 2 തരത്തിലുള്ള ജനനമുണ്ട്. ജഡത്താലുള്ള ജനനം, ജഡത്താൽ ജനിച്ചവർ ജഡീകമായി ചിന്തിക്കും. ആത്മാവിനാൽ ജനിച്ചത് ദൈവാത്മാവിന് ചേരുന്നത് പോലെ ചിന്തിക്കും. ഇനി എന്താണ് ജഡത്താലുള്ള ജനനം, ജഡത്തിലുള്ള ജനനം എന്നത്, ആത്മാവിലുള്ള ജനനം എന്നത്? നമുക്കതിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഞാനൊരു വാക്ക് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, പരിച്ഛേദന യുക്തി, സർക്കംസിഷൻ ലോജിക്. നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം, പരിച്ഛേദന എന്നത് ജഡത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്. അതായത് പരിച്ഛേദനയിലൂടെ ഒരാൾ യഹൂദനായി മാറുകയാണ്. അപ്പോൾ ജഡത്തിലുള്ള ജനനമെന്നത് ഒരു വംശത്തിൻ്റെ, ഒരു കുലത്തിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യവംശത്തിൻ്റെ ഭാഗമാവുകയാണ്. മനുഷ്യവംശത്തിൻ്റെ ഭാഗമാകുന്നതല്ല പുതുജനനം. ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വംശത്തിൻ്റെയോ ഭാഗമാവുന്നത് പരിച്ഛേദനയുടെ യുക്തിയാണ്. സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യന് ഒരാമുഖം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ആമയെക്കുറിച്ച് പറയുന്നു. ഒരു കുളത്തിൽ കിടക്കുന്ന ആമയെ രക്ഷപ്പെടുത്തി. പക്ഷേ ഈ കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആമ വേറൊരു കുളത്തിൽ പോയി. അപ്പം കുളം മാറുന്നതല്ല പുതുജനനം. അത് ഒരു വംശത്തിൽ നിന്നും മറ്റൊരു വംശത്തിലേക്ക്, ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക്, ഒരു കുലത്തിൽ നിന്നും ഒരു ജാതിയിൽ നിന്നും മറ്റൊരു കുളം മാറുന്നതല്ല. അതുകൊണ്ട് പരിച്ഛേദനയുടെ യുക്തിയോടുകൂടെ പുതുജനനത്തെ കാണരുത്. ഇനി മാത്രവുമല്ല, ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു പ്രയോഗമാണ്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ചാതുർവർണ്ണയങ്ങളുടെ വ്യവസ്ഥയുടെയും ജാതി വ്യവസ്ഥയുടെയും
അയിത്ത സമ്പ്രദായത്തിൻ്റെ എല്ലാം കാരണം ചില ആളുകൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ചില ആളുകൾ അല്ലാത്തവരുമാണ്. ഇത് പരിച്ഛേദനയുടെ യുക്തിയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന പ്രയോഗം നമ്മുടെ നാട്ടിലെ അയിത്ത സമ്പ്രദായം അനുസരിച്ച്, ജാതി വ്യവസ്ഥിതി അനുസരിച്ച് അങ്ങനെയുള്ളവരും പറയുന്നത് ചില പ്രത്യേക വിഭാഗത്തിലുള്ളവർ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ആ അർത്ഥത്തിലാണോ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന് പറയുന്നത്? ആണെങ്കിൽ അത് പരിച്ഛേദനയുടെ യുക്തിയാണ്. അതുകൊണ്ട് ഒരു ഉയർന്ന ജാതിയായി ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതായകൊണ്ട് എൻ്റെ ശരീരം മറ്റു മനുഷ്യ ശരീരങ്ങളെക്കാൾ എന്തോ സവിശേഷതയുണ്ട് എന്ന് ചിന്തിക്കുന്നതല്ല പുതുജനനം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനെ നിങ്ങൾക്ക് ജാതിക്കുള്ള ന്യായീകരണമായി ഉപയോഗിക്കാം. യഹൂദന്മാർ പറയുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, അതുകൊണ്ട് തന്നെ യഹൂദൻ്റെ ശരീരം മറ്റു മനുഷ്യരുടെ ശരീരങ്ങളെക്കാൾ വിശേഷതയുള്ളതാണ്. അങ്ങനെയും ദൈവത്തിൽ നിന്നുള്ള ജനനത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് പുതുജനനം അല്ലെങ്കിൽ സ്നാനം എന്നത് ഈ ഉടുപ്പി പോലെയുള്ള പ്രദേശങ്ങളിലുള്ള മടേ സ്നാന പോലെയുള്ള ഒരു സ്നാനമല്ല. എന്താണ് മടേ സ്നാനം? ബ്രാഹ്മണന്മാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരുടെ ഇലയിൽ എച്ചിൽ അവശേഷിപ്പിക്കും. ഈ എച്ചിലിൽ കിടന്ന് ഉരുളുമ്പോഴാണ് മോക്ഷം കിട്ടുന്നതിൻ്റെ പേരാണ് മടേ സ്നാനം. അതുകൊണ്ട് മടേ സ്നാനം അല്ല ക്രിസ്തീയ സ്നാനം. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഈ നാട്ടിലെ മറ്റു മനുഷ്യരുടെ ശരീരങ്ങളെക്കാൾ ഏതാണ്ട് കൂടിയ ജനുസിൽപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നതല്ല. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് ജാതി സമ്പ്രദായം മാത്രമാണ്. അങ്ങനെ വെള്ളത്തിൽ വീഴുമ്പോൾ അത് കുറുക്കൻ വെള്ളത്തിൽ വീണതുപോലെയുള്ളൂ. അതുകൊണ്ട് സ്നാനം എന്നത് വെള്ളത്തിലുള്ള ജനനമല്ല, ഉള്ളത്തിലുള്ള ജനനമാണ്. കുറുക്കൻ നീലവെള്ളത്തിൽ വീണ കഥ നിങ്ങൾക്കറിയാം. നീലവെള്ളത്തിൽ വീണു, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഇരിക്കുന്ന കണ്ട ആദ്യമായിട്ടാണിത്. എനിക്കൊരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണെന്ന് എനിക്കറിയാം. അപ്പോൾ കുറുക്കൻ നീലവെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പുള്ളി ആകെ മാറി. പുള്ളിക്ക് തന്നെ പുള്ളി എന്തോ കൂടിയ ഏനമാണെന്ന് അങ്ങ് തോന്നി. അപ്പോൾ ഇങ്ങനെ നടക്കുന്നു, പെട്ടെന്ന് മറ്റുള്ളവർ തൊഴുന്നു, എഴുന്നേക്കുന്നു. സംഭവം കൊള്ളാം. ഓരോരുത്തരായിട്ട് വീഴുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിംഹം വരുന്നു. ഇന്നലെ അവരെ കണ്ട മൈൻഡ് ചെയ്യാത്തവരെല്ലാം വന്ന് മൈൻഡ് ചെയ്യുന്നു. ഇങ്ങോട്ടിരിക്കുക, അങ്ങോട്ടിരിക്കുക എന്നൊക്കെ പറയുന്നു. അവിടെയൊക്കെ പിടിച്ചിരുത്തി. രാത്രിയായി. സിംഹമൊക്കെ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത്, ഇത്രയും വലിയ ആളല്ലേ ഇവിടെ താമസിച്ചു, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, സുഖമായിട്ട് കിടന്നുറങ്ങി. രാത്രി ഈ ഗുഹയുടെ അങ്ങേ കരയിൽ കിടന്ന് കുറുക്കന്മാർ ഓരിയിടാൻ തുടങ്ങി. കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നു. പുള്ളിക്ക് കൺട്രോൾ വിട്ടുപോവുക. കാരണം പുറത്തു മാത്രമേ ഉള്ളൂ, അകത്തിപ്പോഴും ഉള്ളിൽ കുറുക്കൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു നിന്നു. അവസാനം പുള്ളിക്ക് നിയന്ത്രണം വിട്ട് പുള്ളി ഓരിയിടാൻ തുടങ്ങി. വെള്ളത്തിൽ ജനിച്ചവൻ ഓരിയിട്ടുകൊണ്ടിരിക്കും. കാരണം വെള്ളത്തിൽ വീഴുന്നത് കൊണ്ട് കുറുക്കൻ അല്ലാതാവില്ല. പുതുജനനം എന്നത് വെള്ളത്തിലല്ല, ഉള്ളത്തിൽ സംഭവിക്കണം. എങ്ങനെയാണ് ഉള്ളത്തിൽ സംഭവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് കാറ്റുപോലെയാണ്. അതെവിടെ നിന്ന് വരുന്നുവെന്നറിയില്ല, പക്ഷെ അതിൻ്റെ ശബ്ദം നീ കേൾക്കുകയാണ്. അതുകൊണ്ട് എന്താണ് പുതുജനനം? പുതുജനനത്തിലൂടെ നമ്മളൊരു സവർണ ശരീരമായി, ഒരു ഉന്നത ജാതിയായി, ഒരു പ്രത്യേക വർഗമായി മാറുകയല്ല, ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. യേശുവിൽ വിളങ്ങിയതായ മനുഷ്യത്വത്തിലേക്ക് മാറുന്നതിൻ്റെ പേരാണ് പുതുജനനം. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ്
ആത്മാവിനാലുള്ള ജനനം. എന്താണ് ആത്മാവിലുള്ള ജനനം? പൗലോസ് അപ്പോസ്തലൻ 2 ഭാഗങ്ങളിൽ അതിൻ്റെ ചില സൂചനകൾ തരുന്നുണ്ട്. വേഗം പറഞ്ഞു പോകാം. ഹൃദയത്തിൻ്റെ പരിച്ഛേദന, സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. സർക്കംസിഷൻ വിത്തൗട്ട് ഹാൻഡ്സ്. കൊലോസ്യർ 2:11. നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. എന്താണ് പുതു മനുഷ്യനാവുക? പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ ആത്മാവിൽ ജനിച്ചാൽ അവൻ ഒരു പുതിയ മനുഷ്യനാവുകയാണ്. എന്താണ് പുതിയ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അതിന് പല വിശദീകരണങ്ങൾ നൽകാവുന്നതാണ്. എന്നാൽ പൗലോസിൻ്റെ ലേഖനങ്ങളിലെ ചില വാക്യങ്ങളുടെ സഹായത്തോടുകൂടെ വേഗത്തിൽ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ എന്ത് സംഭവിക്കും? ക്രിസ്തു അവൻ്റെ പ്രശംസാ വിഷയമാകും. When you are born anew, നിങ്ങൾ പുതുതായി ജനിക്കുന്നെങ്കിൽ, ആത്മാവിൽ ജനിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അഭിമാന വിഷയം ക്രിസ്തുവായി മാറും. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ അത് കർത്താവിലും കർത്താവിൻ്റെ ക്രൂശിലുമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു യഥാർത്ഥത്തിൽ പുതുതായി ജനിച്ച ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ജഡത്തിൽ നിന്ന് ജനിച്ച ആളുകൾക്ക് അവരുടെ അഭിമാന വിഷയങ്ങൾ മറ്റു പലതുമാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഞാൻ പരീശനാണ്, ഞാൻ ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചതാണ്. അങ്ങനെ ജഡപ്രകാരം എനിക്ക് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ കുലമഹിമ, എൻ്റെ ജാതിമഹിമ, എൻ്റെ ശരീരമഹിമ. ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ളയാളാണ്, ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചയാളാണ്. പക്ഷേ ഞാൻ ജഡപ്രകാരം അല്ല ഇപ്പോൾ ജീവിക്കുന്നത്. ജഡപ്രകാരം ജീവിക്കുന്നവൻ അവൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും, ജഡപ്രകാരം ജീവിക്കുന്നവൻ അവൻ്റെ ഡോക്ടറേറ്റിനെ കുറിച്ചും, ജഡപ്രകാരം ജീവിക്കുന്നവൻ അവൻ്റെ ജാതി മഹിമയെക്കുറിച്ചും, ജഡപ്രകാരം ജീവിക്കുന്നവൻ അവൻ്റെ കുടുംബ മഹിമയെക്കുറിച്ചും അഭിമാനിക്കുമ്പോൾ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ ക്രിസ്തു നിമിത്തം എൻ്റെ കുലമഹിമ, എൻ്റെ വിദ്യാഭ്യാസം എല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൊങ്ങച്ചത്തിൻ്റെ വിഷയങ്ങൾ മാറുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞാൽ, ഐ കൺസിഡർ ഓൾ ദീസ് ആസ് റബ്ബിഷ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് പരിഭാഷ. എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു പുല്ലുവിലയില്ല. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കുലമഹിമ, എൻ്റെ സ്ഥാനം, ഇതൊന്നുമല്ല എൻ്റെ പ്രശംസാ വിഷയം. പ്രശംസിക്കുന്നവൻ കർത്താവിലും അവൻ്റെ ക്രൂശിലും പ്രശംസിക്കട്ടെ. നമ്മളൊക്കെ പള്ളികളിലൊക്കെ വരുമ്പോൾ എന്താണ് നമ്മുടെ അഭിമാന വിഷയം? പള്ളിക്ക് സ്ഥലം കൊടുത്തത്, ഏതെങ്കിലും ഒരു സാമ്പത്തികമായി ചെറിയ കാര്യങ്ങൾ ചെയ്തത്, ഇതൊക്കെയാണോ നമ്മുടെ അഭിമാന വിഷയം? അല്ലെങ്കിൽ പള്ളിയിൽ ഒരു 20 കൊല്ലം സെക്രട്ടറി ആയിരുന്നു, 10-200 ഉഴുന്നുവട തിന്നു, ഇതൊക്കെയാണോ അഭിമാന വിഷയം? ഇന്ന് ഓരോ പള്ളികളിലും നമ്മൾ നോക്കിയാൽ നമ്മൾ അഭിമാനിക്കുന്നതൊന്നും ക്രിസ്തുവിനെ കുറിച്ചല്ല. എല്ലാം ജഡപ്രകാരമുള്ള കാര്യങ്ങളിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ തിരുമേനിയുണ്ട്, അന്ത്യനായ വിധിയിൽ ഇതിനൊന്നിനും 5 പൈസയുടെ വിലയില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിൽ നല്ലത് കിട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാണ് പുതുതായി ജനിച്ച മനുഷ്യൻ? ആരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച മനുഷ്യൻ? ദൈവ വിഷയമായി സമ്പന്നനാകാൻ താല്പര്യമുണ്ടോ? ഞാനൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ, പറയുന്നതിന് കുഴപ്പമില്ല,
സാധാരണ പള്ളിയിൽ ഇരുന്നപ്പോഴെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നം, പള്ളിയുടെ ചരിത്രം.